കാലവർഷം തിമിർത്ത് പെയ്യേണ്ട ഒരു കാലഘട്ടമാണ്. കർക്കിടമാസം പിറന്നു, എന്നിട്ടും മഴ ലഭിക്കുന്നില്ല എന്നുള്ളതാണ്. പക്ഷേ പൊതുവേ മഴ കുറവാണെങ്കിലും കേരളത്തിൻ്റെ ഇതര പ്രദേശങ്ങളിൽ ലഭിക്കുന്ന മഴയുടെ ആനുപാതികമായ മഴ ഇടുക്കി ജില്ലയിലെ മലയോര മേഖലയിൽ, ഹൈറേഞ്ച് മേഖലയിൽ ഈ വർഷം ലഭിച്ചിട്ടില്ല എന്നുള്ളത് ഏലം കൃഷിക്കാരെ വല്ലാതെ ആശങ്കപ്പെടുത്തുകയാണ്. കാരണം 30 ഡിഗ്രിക്ക് മുകളിൽ അന്തരീക്ഷ താപനില ഇപ്പോഴും ഉയർന്നു നിൽക്കുന്ന ഒരു സമയമാണ് പലപ്പോഴും 28-30 എന്നുള്ളത്. അപ്പോൾ അതുകൊണ്ടുണ്ടാകുന്ന ഒരു ദൂഷ്യം എന്നത് ഏലത്തിൻ്റെ ഉൽപ്പാദനം ഗണ്യമായിട്ട് കുറയുന്നു. ഇപ്പോൾ ഏല കർഷകർക്ക് ന്യായമായ ഏതാണ്ട് കിലോഗ്രാമിന് 3000-3000-ത്തിനടുത്ത് വില ലഭിക്കുന്ന ഒരു ഘട്ടത്തിൽ ഇതിൻ്റെ ഉൽപ്പാദനം പകുതിയിലേക്ക് താഴ്ന്നോ പോകുന്ന ഒരു സ്ഥിതിവിശേഷമാണ്. അപ്പോൾ അടിയന്തരമായി ഇതിനെക്കുറിച്ചൊരു ഒരു ദിവസം കൊണ്ടോ 2 ദിവസം കൊണ്ടോ എന്താണെന്ന് നമുക്ക് കണ്ടെത്താൻ പറ്റത്തില്ല. പക്ഷേ ശാസ്ത്രീയ പഠനങ്ങളുടെ ആവശ്യകതയുണ്ട്. എന്തുകൊണ്ട് മറ്റ് പ്രദേശങ്ങളിൽ ലഭിക്കുന്ന മഴ, ഇപ്പം അടിമാലി, നേരിമംഗലം ആ പ്രദേശത്ത് ലഭിക്കുന്ന മഴ, അതല്ലെങ്കിൽ ഇടുക്കി പോലുള്ള പ്രദേശങ്ങളിൽ, തൊടുപുഴ, മൂലമറ്റം, കാഞ്ഞാറ് അങ്ങ് പോന്നു കഴിഞ്ഞാൽ ആ പ്രദേശങ്ങളിലൊക്കെ ലഭിക്കുന്ന അത്രയും മഴ എന്തുകൊണ്ട് നമുക്ക് ലഭിക്കുന്നില്ല എന്നുള്ളത് അതൊരു ശാസ്ത്രീയമായ പഠനത്തിന് വിധേയമാക്കേണ്ടതുണ്ട് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. അപ്പോൾ ഇത് വിദഗ്ധന്മാരാണ് ഈ കാര്യത്തെക്കുറിച്ച് ചർച്ച നടത്തേണ്ടത്. എന്താണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത്? ഇനി ഈ പ്രകൃതിയുടെ നാശമുണ്ടായതാണോ, അതല്ലെങ്കിൽ മരങ്ങളുടെ എണ്ണത്തിൽ കുറവുണ്ടായ കാര്യമാണോ, എന്താണ് ഈ കാര്യങ്ങൾ എന്നുള്ളത് ഒരു ശാസ്ത്രീയമായ പഠനവും അതോടൊപ്പം തന്നെ ഏലം കൃഷിയെ നിലനിർത്തുന്നതിനാവശ്യമായിട്ടുള്ള ചില നടപടികൾ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകണം. കാരണം ഏലത്തിനാവശ്യം ഇപ്പോൾ അന്തരീക്ഷ ഊഷ്മാവ് നമുക്ക് താഴോട്ട് കൊണ്ടുവരാൻ പറ്റത്തില്ല. പക്ഷേ ഏലം കൃഷി നിലനിർത്തുന്നതിനാവശ്യമായിട്ടുള്ള ഡ്രിപ്പ് ഇറിഗേഷൻ പോലുള്ള സംവിധാനങ്ങൾ, അതല്ലെങ്കിൽ കൃഷിക്കാർക്ക് അവരവരുടെ പറമ്പുകളിൽ പുതിയ വാട്ടർ സോഴ്സ് കണ്ടെത്തി അത് ഏലം നനയ്ക്കാൻ സംവിധാനം ഉണ്ടാക്കണം. അപ്പോൾ ഇതിനൊക്കെ സാമ്പത്തിക സഹായത്തിൻ്റെ ആവശ്യമുണ്ട്. ഇപ്പോൾ കോടിക്കണക്കിന് രൂപ അല്ലെങ്കിൽ കോടാനുകോടി രൂപ വിദേശ നാണ്യം നേടിത്തരുന്ന ഏലം കൃഷി നിലനിൽക്കേണ്ടത് കൃഷിക്കാരനെ പോലെ തന്നെ ഭരണകൂടത്തിൻ്റെ ഒരു ആവശ്യമാണ്. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഒരു സാമ്പത്തിക ചെലവ് അത് ഭരണകൂടം വഹിച്ചു എങ്കിൽ മാത്രമേ കർഷകർക്ക് മുന്നോട്ട് പോകാനായിട്ട് കഴിയുള്ളൂ. സ്പൈസസ് ബോർഡാണ് ഇക്കാര്യത്തിൽ നടപടികൾ സ്വീകരിക്കേണ്ടത്. കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ശ്രദ്ധയിൽ ഈ കാര്യങ്ങൾ കൊണ്ടുവരും. അതോടൊപ്പം തന്നെ സംസ്ഥാന ഗവൺമെൻറ്റിനും ഇക്കാര്യത്തിൽ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ എന്ത് എന്നുള്ളത് ആലോചിച്ച് അക്കാര്യത്തെക്കുറിച്ചുള്ള ചർച്ചകൾ നടത്തും. 27-ാം തീയതി ബഹുമാന്യനായ റവന്യൂ വകുപ്പ് മന്ത്രി ജില്ലയിലെത്തുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെയും ശ്രദ്ധയിൽ ഈ കാര്യം പെടുത്തും. അതോടൊപ്പം തന്നെ കാടമം റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്, അതുപോലെ തന്നെ ശാന്തമ്പാറയിലെ കൃഷി വിജ്ഞാന കേന്ദ്രം, ഈ സ്ഥാപനങ്ങൾക്കൊക്കെ അവരുമായിട്ട് ചർച്ച നടത്തി എന്താണ് ഈ കാര്യത്തിൽ ചെയ്യാൻ പറ്റുന്ന, മനുഷ്യസാധ്യമായി ചെയ്യാൻ പറ്റുന്ന നടപടികൾ എന്ത്, പ്രിക്കോഷണറി മെഷേഴ്സ് എന്ത് എന്നുള്ളതിനെക്കുറിച്ച് വരും ദിവസങ്ങളിൽ ഏതായാലും ചർച്ച നടത്തും. എന്താണേലും സ്ഥിതിവിശേഷം ആശങ്കാജനകമാണ് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. അത് ഈ വർഷം കൊണ്ട് അവസാനിച്ചാൽ കുഴപ്പമില്ല. അടുത്ത വർഷങ്ങളിലേക്ക് അത് നീണ്ടാൽ ഇടുക്കിയിൽ ഏലം കൃഷി അസാധ്യമാകുന്ന ഒരു സാഹചര്യം ഉണ്ടാകും.